ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ മുട്ട ചട്നിയാണ്. ഈ മുട്ട ചട്നി നമുക്ക് പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ, ദോശയുടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ മുട്ട ചട്നി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. അപ്പോൾ മീഡിയം സൈസ് സവാളയിൽ 1.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. തീരെ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം, നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് അരിയാനായിട്ട്. ഒരു ചോപ്പറിൽ വെച്ചിട്ട് നമ്മൾ അരിയാണെന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും. സവാള ചേർത്തിട്ട് ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. സവാളയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് വഴണ്ട് കിട്ടട്ടെ. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സവാള വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് മീഡിയം സൈസിൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. കൂടെ ഒരല്പം കറിവേപ്പിലയും കൂടി. അപ്പോൾ കറിവേപ്പിലയും തക്കാളിയും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. തക്കാളി വെന്തൊടണം എന്നുള്ള ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് തക്കാളി എല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് മസാലകളാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി ഇതിലേക്ക് വേണ്ടത് ഗരം മസാല പൊടിച്ചതാണ്, ഒരു 1/4 ടീസ്പൂൺ കൂടി. ഇനി ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഉപ്പ് പിന്നീട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ ഇത്രയും മസാലകളും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം ഒന്ന് ചൂടായി വരട്ടെ. ആദ്യം നമ്മുടെ ഈ മസാല എല്ലാം നന്നായിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും മസാലയ്ക്ക് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഒരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. കൂടെ ഒരല്പം മല്ലിയിലയും കൂടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി. നമ്മുടെ ഈ മുട്ടയുടെ മിക്സും ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചിരിക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വയ്ക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയം. കാരണം പാനിന് തന്നെ അത്യാവശ്യം ചൂടുണ്ടാവും. ആ ചൂട് തന്നെ ധാരാളം മതിയാവും. കുറച്ചധികം ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 4 മുട്ടയിൽ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് 2 പേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 മുട്ട തന്നെ എടുത്തിട്ട് നമുക്ക് ഒരു സവാളയിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഈ മുട്ടപ്പൊടി മാസ് തയ്യാറാക്കുമ്പോൾ കുറച്ച് സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് അത് പൊടിയായിട്ട് ആക്കിയെടുക്കും. അപ്പോൾ അങ്ങനെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇച്ചിരി വലിയ പീസായിട്ട് തന്നെ കിടക്കണം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മുട്ടയുടെ ആ ഒരു സോഫ്റ്റ്നെസ് ഒരുപാട് അങ്ങ് പോകാൻ പാടില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അത്രയും മാത്രമേ നമ്മുടെ ഈ മുട്ട ചട്നിയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ പറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ, ദോശയുടെ, അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒരു മുട്ട ചട്നി തയ്യാറാക്കിയിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.